മിങ്കു, നിന്റെ അമ്മ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മൃഗങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവൾ സഹായിച്ചിരുന്നു. അതിൽ സന്തോഷവതിയായാണ് ഞാൻ ഈ വീട് അവൾക്ക് കൊടുത്തത്. നിങ്ങൾ രണ്ടുപേരെയും ഈ പൂ കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോൾ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. ആ തത്ത മറ്റാരുമല്ല, ഞാൻ തന്നെയായിരുന്നു. പിങ്കു തന്റെ ആവശ്യത്തിനു വേണ്ടി ആ പൂ തന്റെ കൈവശത്ത് വെച്ചില്ല. എന്നാൽ അവൻ അത് ത്യാഗം ചെയ്തു. എന്നാൽ നീ വളരെ ക്രൂരമായി ആ തത്തയെ സഹായിക്കാതെ ഇവിടേക്ക് പൂവും കൊണ്ടുവന്നു. ഇപ്പോൾ പറ, ഈ വീട്ടിൽ താമസിക്കാൻ നീ യോഗ്യനാണോ? ഇത് കേട്ടപ്പോൾ മിങ്കുവിന് തന്റെ സ്വാർത്ഥതയോർത്ത് ഒരുപാട് നാണം തോന്നി. നീലദേവതയെ പറഞ്ഞത് ശരിയാ, ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യനല്ല. എന്റെ പിങ്കു സഹോദരനാണ് ഇതിൽ ജീവിക്കാൻ അർഹൻ. അവിടെ അപ്പോൾ വാതിലും തുറന്നു. പിങ്കു സന്തോഷത്തോടെ അതിന്റെ അകത്തേക്ക് പോയി. പിങ്കു തന്റെ അമ്മയോടൊപ്പം ആ വീടിനുള്ളിൽ തന്നെ താമസിച്ചു. പിന്നെ മിങ്കു ആ കൂടിനുള്ളിൽ താമസിച്ചു. അവർ 3 പേരും ആദ്യം താമസിച്ചിടത്ത്